हाय बच्चों, सुप्रभात। मैं मुशा। आज हम शुरू करें। पहले अनुच्छेद में लेखक सिनेमा देखने का समय, बाल्यकाल का अनुस्मरण फिल्म में आती थी। नील माधव पांडे की अयम कलाम देखने हुए मुझे अपना बचपन बहुत याद आया। നീല മാധവ് പാണ്ഡെയുടെ അയാം കലാം എന്ന സിനിമയാണ് ലേഖകനെ തന്റെ മിത്രത്തെക്കുറിച്ച് തന്റെ ബാല്യകാലത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ ഇനി സിനിമയിലെ കലാമിനെ കുറിച്ചാണ്, ചോട്ടു എന്ന കലാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യഹ് ഫിലിം ബി ഉനി വിലോമം കെ ബാരെ മേ ബാത് കർത്തി ഹെ. ജീവിതത്തിൽ ഉണ്ടായതുപോലെ തന്നെ വിപരീതമായ കാര്യങ്ങളാണ് ഫിലിമിലും കാണുന്നത്. അപ്പോ ലേഖകൻ സിനിമ കാണുകയാണ് ഇപ്പോ, കേട്ടോ. സിനിമ കാണുമ്പോ തന്റെ ബാല്യകാലത്തെ ഓർക്കുകയാണ്. സിനിമയിലെ ഓരോ രംഗങ്ങൾ കാണുമ്പോഴും തന്റെ കൂട്ടുകാരനെയും തന്നെയും കുറിച്ചുള്ള ഓർമ്മയിലേക്കാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇപ്പോ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ടാക്കീസിലിരുന്ന് സിനിമ കാണുകയാണ് ലേഖകൻ. जिनसे मेरे बचपन के सब किस्से बने हैं. हमारा नायक कलाम चाय की दुकान में काम करता है. സിനിമയിലെ നായകനായ കലാം ടീ ഷോപ്പിൽ ജോലി ചെയ്യുകയാണ്. കലാമിന്റെ യഥാർത്ഥ പേര് ചോട്ടു എന്നാണ്, അത് ഓർമ്മ വേണം. उसका सपना है उसको जाना और टीवी में देखते लंबे वाले राष्ट्रपति कलाम साहब बनाना. അദ്ദേഹത്തിന് അവന് എന്താണ് ചിന്ത? അവന് ടി വിയിൽ കാണുന്ന കലാമിനെ പോലെ ആകണം. ഒന്നുകൂടെ സിനിമ കാണുകയാണ്, അത് ഓർമ്മ വേണം. ഇതിന് വേറൊരു കഥാപാത്രം കൂടെയുണ്ട്. എന്താണ്? ജീവിതത്തിൽ ലേഖകനും മോർപാലിനെയും പോലെ സിനിമയിൽ ആരാണ്? ढाणी के राणा का बेटा रणविजय जिसे स्कूल जाना कदे पसंद नहीं. ഇത് സിനിമയിലെ കലാമിന്റെ ഫ്രണ്ടായ റാണയിലെ രണവിജയന് റാണ എന്ന് പറഞ്ഞത് അവിടെ ഉയർന്ന ഒരു ജാതിയിൽപ്പെട്ട ആളുകളുടെ പറയുന്ന പേരാണ് റാണ. ഈ റാണ അവിടുത്തെ ഒരു സ്ഥാനപ്പേരാണ് റാണ. ഉയർന്ന പദവിയിൽപ്പെട്ട ഒരാളെ പറയുന്നതാണ് ഠാണ ഭാണ്ടി എന്നൊക്കെ. അപ്പോ അവിടുത്തെ അദ്ദേഹത്തിന്റെ മകൻ, ഠാണിയുടെ മകൻ ആണ് രണവിജയ്. ജിസെ സ്കൂൾ ജാന കദേ പസന്ത് നഹീം. അവന് സ്കൂളിൽ പോവാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇൻ ദോനോ ബച്ചോं की पहले मुलाकात के वक्त के संवाद भी बड़े मजेदार है. ആദ്യത്തെ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം അവര് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺവെർസേഷൻ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ഇതിനെ സാരി കിതാബേം കായകി ഹെ. ആരുടേതാണ് ഇത്രയും പുസ്തകങ്ങള്? കലാം ചോദിക്കുന്നു. അപ്പൊ റാണയുടെ രണവിജയന്റെ കയ്യില് കുറേ ബുക്സ് ഉണ്ട്. അപ്പോ കലാം ചോദിക്കാണ്, ഇതിന് സാരി കിതാബേം കായകി ഹെ. ആരുടേതാണ് ഇത്രയും പുസ്തകങ്ങള്? രണവിജയ് അപ്പോ പറയാണ്, ആപ്കോ അംഗ്രേസി നഹീം ആത്തി ക്യാ. താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? അപ്പൊ അതിന് മറുപടി പറഞ്ഞില്ല. ആരുടെയാണ് ഇത്രയും പുസ്തകങ്ങൾ എന്ന് ചോദിച്ചതിന് പിന്നെ രണവിജയ് കൊടുക്കുന്ന മറുപടി, ആപ്കോ അംഗ്രേസി നഹീം ആത്തി ക്യാ. താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? കലാം അപ്പൊ പറയുന്നു, തേരിക്കോ പേട് പർ ചടാന ആത്താ ഹൈ. താങ്കൾക്ക് മരത്തിൽ കയറാൻ അറിയോ? കലാം ചോദിക്കുന്നു. അപ്പോ ഓരോരോ ചോദ്യങ്ങളല്ലാതെ അതിന് മറുപടിയായിട്ട് അതിന് ആരും ആൻസർ പറയുന്നില്ല, മറുപടിയില്ല. ചോദ്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കുതിര സവാരി അറിയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ കലാം ചോദിക്കാണ്, മേരക്കോ ഊണ്ട് പർ ചടാന ആത്താ. നിനക്ക് പിന്നെ ഒട്ടകത്തിന്റെ മേലെ കയറാൻ അറിയോ? തേരേക്കോ ക്യാ ഊണ്ട് കി ദവാ കർത്തി ആത്തി ഹെ. തേരേക്കോ ക്യാ ഊണ്ട് കി ദവാ കർത്തി ആത്തി ഹെ. നിനക്ക് ഒട്ടകത്തെ ചികിത്സിക്കാൻ അറിയോ? അപ്പോ ഒരുപാട് ചോദ്യങ്ങൾ മാത്രം. ഒരാൾ മറുപടി കൊടുത്തില്ല കേട്ടോ. അതിനർത്ഥം എന്താ? ഒരാൾ ചോദിച്ചത് മറ്റേയാൾക്ക് അറിയില്ല എന്നാണ്. നമുക്ക് അതിന് മനസ്സിലാവുന്നത് ആരുടെയാണ് ഇത്തരം പുസ്തകങ്ങൾ എന്ന് ചോദിച്ചതിനോ നിനക്ക്
ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചോദിച്ചതിനോ ഒന്നും അവർക്ക് മറുപടിയില്ല. അപ്പൊ അവർക്ക് പരസ്പരം അറിയാത്ത കാര്യങ്ങള്, ഒരാൾക്ക് അറിയുന്ന കാര്യം മറ്റൊരാൾക്ക് അറിയില്ല. അതാണ് അതിന് മനസ്സിലാവുന്നത്. इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ा सिखाने के लेन देन को लेकर दोस्ती हो जाती है. അവർക്ക് അറിയാത്ത കാര്യങ്ങള് പരസ്പരം അവര് പഠിപ്പിച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് फिल्म के किस्सों में एक यादगार किस्सा चाय की दुकान जाने वाले के अधूरे एक तरफा प्रेम का भी है. അതായത് അവർക്ക് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അവർ ചോദിച്ചുവെങ്കിലും അവര് ഒരേ ഏകപക്ഷീയമായ ഒരു സ്നേഹം അവർക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവര് അറിയാത്ത കാര്യങ്ങൾ ഓരോരാളോട് നിനക്ക് ഇംഗ്ലീഷ് അറിയോ, മരത്തിൽ കയറാൻ അറിയോ, കുതിരയുടെ മേലെ കയറാൻ അറിയോ, കുതിര സവാരി അറിയോ, ഒട്ടകത്തിന്റെ മേലെ കയറാൻ അറിയോ, ഒട്ടകത്തിന് ചികിത്സിക്കാൻ അറിയോ എന്നൊക്കെ ചോദിച്ച്, ഒട്ടകപ്പുറത്ത് കയറാൻ അറിയോ എന്നൊക്കെ ചോദിച്ച് അറിയാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു കാര്യം മനസ്സിലാക്കാം, അവരുടെ മനസ്സ് തികച്ചും നിഷ്കളങ്കമാണ് എന്ന്. അവർ അറിയാത്ത കാര്യങ്ങൾ പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരുടെ ഉള്ളിൽ എന്തുണ്ട്? एक तरफा प्रेम का भी है. उस लड़के का भी जो सुदूर बिहड़ में बैठा अमिताभ की फिल्म देख कर और उनकी नकल करके खुद अमिताभ हो जाना चाहता है. ഉയർന്നതും താഴ്ന്നതുമായ അമിതാഭിന്റെ സിനിമകൾ കണ്ടിട്ട് അവര് ഉള്ളില് അതുപോലെ ആകാനുള്ള ഒരു ആഗ്രഹം ജനിക്കുന്നു. അതായത് ബിഹഡ് മേ ബൈഠ അമിതാഭ് ഹോ ജാന ചാഹതാ ഹൈ. അമിതാഭ് ഏതായത് ഒരു വ്യക്തിയുടെ ഉയർന്നതും താഴ്ന്നതുമായ ഫിലിം കണ്ടിട്ട്, അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയോ, അവര് നല്ല കാര്യങ്ങളിലും വളരെ ഉയർച്ചയുള്ള കാര്യങ്ങളുടെയും താഴ്ചയുള്ള അവര് നല്ല സിനിമ കാണുമ്പോഴൊക്കെ നമുക്ക് കാണാം, ആക്ടേഴ്സും ആക്ട്രസും ഒക്കെ അഭിനയിക്കുമ്പോൾ അവര് ചില സിനിമയില് അവര് വില്ലനായിരിക്കും, ചില സമയം നല്ല കഥാപാത്രമായിരിക്കും, ചിലതില് റിച്ച് ആയിരിക്കും, ചിലതില് പോർ ആയിരിക്കും, അവര് ഭയങ്കര പോവർട്ടി ആയിരിക്കും ചിലതില്. പിന്നെ അങ്ങനെ പല സീനും കാണാൻ കഴിയും. അങ്ങനെയുള്ള സീനുകളെല്ലാം നോക്കി കണ്ട് അതെല്ലാം അവർ അനുകരിക്കുന്നു. നമ്മൾക്ക് അങ്ങനെയാണ്, ഒരു ആക്ടറിനോ അല്ലെങ്കിൽ ഒരു ആക്ട്രസിനോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അവരെ എല്ലാ പാർട്ടും നമുക്ക് ഇഷ്ടമായിരിക്കും അല്ലെ. ചിലപ്പോൾ അവര് മോശമായി അഭിനയിക്കുന്ന എന്തെങ്കിലും സിനിമയുണ്ടെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും. അവരങ്ങനെ നമ്മള് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ മനസ്സിലുണ്ടാവും. അവർക്ക് മോശമായിട്ട് എന്തെങ്കിലും വരുമ്പോ അങ്ങനെ പാടില്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് നമ്മളെ മനസ്സ് പറയുമല്ലേ. അതുപോലെ തന്നെ അതാണ് ഇവിടെ പറയുന്നത്. बस एक फर्क है, फिल्म में कलाम दिल्ली भी पहुंचता है और उसे अपने पसंद के स्कूल जाने का मौका भी मिलता है. അതായത് സിനിമയിലെ കലാം എന്ത് ചെയ്യുന്നു? തന്റെ ആഗ്രഹം പോലെ നടത്തുന്നു. സാധാരണ ജീവിതത്തിൽ അങ്ങനെ പറ്റില്ല. എല്ലാമൊന്നും സിനിമ പോലെ പറ്റില്ല. ജീവിതത്തെ അതേ പാട് പകർത്തിയിട്ട് സിനിമകളാക്കുന്ന ഡയറക്ടർമാരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നമ്മളെ ഒരു തരത്തിൽ പറഞ്ഞാൽ സാധാരണഗതിയിൽ പറഞ്ഞാൽ സിനിമയുടെ എല്ലാ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റില്ല. ഇവിടെ സിനിമയിൽ കലാം എന്തുണ്ട്? एक फर्क है, फिल्म में कलाम दिल्ली में पहुंचता और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है, लेकिन मेरे बचपन में ऐसा नहीं होता है. അതാണ് ലേഖകൻ പറയുന്നത്. സിനിമ ടാക്കീസിലിരുന്ന് കാണുന്നതിനിടയിൽ അവസാനമായപ്പോ സിനിമയിൽ ലയിച്ചിരുന്ന ലേഖകൻ തന്റെ ബാല്യകാലം സിനിമയിൽ കണ്ടു. തന്റെ ബാല്യകാലത്തിലെ മോർപാലാണെന്ന് തോന്നി. രണവിജയനെ കണ്ടപ്പോൾ
താനാണെന്നും തോന്നി, തൻ്റെ കൂട്ടുകാരനാണെന്നും തോന്നി, ഒക്കെ ആണെങ്കിലും പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ നടപ്പാവില്ല. സിനിമയിലെ കലാം അവന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു. ചോട്ടു എന്ന കലാം അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു. പക്ഷേ എൻ്റെ ബാല്യകാലത്തിലെ മോർപാലിന് ഇതൊന്നും പറ്റിയിരുന്നില്ല. മോർപാൽ കാ സ്കൂൾ 8वीं के बाद छूट जाता है. മോർപാല് 8ാം ക്ലാസ് കഴിയുമ്പോൾ സ്കൂള് ഉപേക്ഷിച്ചു. പക്ഷേ കലാമോ അവന്റെ ആഗ്രഹം, സിനിമയിലെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു. പക്ഷെ ജീവിതത്തിലെ തന്റെ സഹപാഠിക്ക് അത് പറ്റിയില്ല. और वह अपने पिता की तरह आज भी वही खेत मजदूरी करता है. അതായത് ഇപ്പോഴും എൻ്റെ മോർബാൽ, എൻ്റെ സുഹൃത്ത് മോർബാൽ, എൻ്റെ കൂട്ടുകാരൻ മോർബാൽ അച്ഛൻ്റെ വയലിലെ ജീവിതം തന്നെയാണ് തുടർന്നു പോകുന്നത്. ഇസി മേരെ ലിയെ കലാം കി കഹാനി 100 में एक ही कहानी है. 100-ൽ 99 പേരും ഇങ്ങനെ ആവുന്നവരല്ല. 100-ൽ 100 में एक ही कहानी है. അതായത് 100-ൽ 1% മാത്രമേ 100-ൽ 1 മാത്രമേ സിനിമയിലെ പോലെ സാധിക്കൂ. ഫിലിമേം ഹമാരെ നായിക അസൽ നാം കലാം നഹീം ഹെ. സിനിമയിലെ കലാമിന്റെ യഥാർത്ഥ പേര് ചോട്ടു എന്നാണ്. പല പ്രാവശ്യം ഞാനത് പറഞ്ഞു. റാണി पर काम करते वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. റാണിയിലെ മിക്ക പേരും അവനെ എന്താണ് വിളിച്ചിരുന്നത്? അവന്റെ പേര് ചോട്ടു തന്നെയായിരുന്നു. റാണി അവന്റെ പേര് യഥാർത്ഥത്തിൽ ചോട്ടു തന്നെയാണ്. റാണി पर काम करते वाले और बच्चों की तरह उसे भी सब ചോട്ടു കഹ്കർ ബുലാത്തെ. ചോട്ടു എന്ന് തന്നെയാണ് അവനെ അവന്റെ നാട്ടിലെ എല്ലാവരും വിളിച്ചിരുന്നത്, റാണിയിലെ എല്ലാവരും വിളിച്ചിരുന്നത്. ഉസ്കി മാം जैसलमेर के किसी सुदूर देहात से आकर उसे भाटी साहब की चाय की ठेली पर काम करने के लिए छोड़ जाती है. അവന്റെ അമ്മ ജൈസൽമേറിലെ അവന്റെ അമ്മ അവനെ ഭാണ്ടിസാക്കി ചായക്കടയിലെ, ഭാണ്ടിസായുടെ ടീ ഷോപ്പിലെ ചായക്കടയില് അവനെ വിട്ടു. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് മകനെ നോക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെയുള്ള അമ്മ അവനെ ഇവിടെ ഭാണ്ടിസായുടെ, അവർക്ക് എന്തെങ്കിലും പരിചയം ഉണ്ടാവും ചിലപ്പോൾ, ഭാണ്ടിസായുടെ ചായക്കടയിൽ അവനെ ആക്കിയിട്ട് അവനോട് പറഞ്ഞു ഇവിടെ ജോലി ചെയ്തോളാൻ പറഞ്ഞ് ഇങ്ങോട്ട് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് കുഞ്ഞിനെ നോക്കാനുള്ള സാമ്പത്തികം അവർക്ക് ഇല്ലാത്തത് കാരണം, സാമ്പത്തികമായ കഴിവ് അവർക്കില്ലാത്തത് കാരണം അവർ ഇവിടെ ഭാണ്ടിസാക്കി ചായക്ക് ठंडी पर काम करने के लिए छोड़ जाती है. അവനെ വിട്ടു, ഉപേക്ഷിച്ചു എന്നല്ല, അവനെ ചായക്കടയിലേക്ക് വിട്ടിട്ട് പറഞ്ഞു നീ അവിടെ പോയിട്ട് ജോലി ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങോട്ട് വിട്ടു. ഇത് തന്നെ ഭാണ്ടി എന്ന് പറഞ്ഞാല്, നേരത്തെ പറഞ്ഞ ഭാണ്ടി എന്ന് പറഞ്ഞാലും റാണയും ഭാണ്ടിയും ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്. അവരെ സ എന്ന് ബഹുമാനത്തോടെ വിളിക്കും. അതാണ് ഭാട്ടി സ. उसकी मां जैसलमेर के उसी जुदूर देहात से आकर उसे बाटी सा की चाय की धड़ी पर काम करने के लिए छोड़ जाती हैं. वह अंग्रेजी तो क्या हिंदी भी ठीक से नहीं जाती हैं. അവന് ശരിയായി ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ അറിയില്ലായിരുന്നു. लेकिन छोटू सिर्फ छोटू होकर नहीं जीना चाहता है. വഹ് ഖുദ് ഹി അപ്പന നാം കലാം. പക്ഷേ അവന് ചോട്ടുവായി ജീവിക്കാൻ ഇഷ്ടമില്ല. അവൻ അതുകൊണ്ട് എന്ത് ചെയ്തു? ടിവിയിൽ കാണുന്ന കലാമിനെ പോലെ ആകാൻ വേണ്ടി കലാം എന്ന പേര് സ്വയം സ്വീകരിച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അതായത് അവൻ ഒരു പക്ഷേ അവന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് കാരണം, അതുകൊണ്ടാണല്ലോ മാം അവനെ
ചായക്കടയിലേക്ക് വിട്ടത്, ടീ ഷോപ്പിലേക്ക് വിട്ടത്. അങ്ങനെയുള്ള അവന് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൻ TV കാണുമ്പോൾ TV-യിൽ കാണുന്ന കലാമിനെ പോലെ ആകാൻ അവൻ ആഗ്രഹിച്ചു. ചില കുട്ടികളുണ്ട്, ചിലരെ കാണുമ്പോൾ അവരെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കും. ചില കുട്ടികളല്ല, മിക്ക ആൾക്കാരും ഓരോരുത്തരെ അനുകരിക്കും. ചിലവർക്ക് ഏതെങ്കിലും ആക്ടേഴ്സിനോടായിരിക്കും, ചിലവർക്ക് ആക്ട്രസിനോടായിരിക്കും, ചിലവർക്ക് ഫിലോസഫറിനോടായിരിക്കും, ചിലർക്ക് പൊളിറ്റിക്സിനോടായിരിക്കും, അല്ലെ? ചിലവർക്ക് ചില സയന്റിസ്റ്റിനോടായിരിക്കും ഇഷ്ടം. അങ്ങനെ പലർക്കും ഓരോരാളുടെ ടേസ്റ്റ് ഓരോന്നാണല്ലേ. ചിലർ സ്വന്തം അച്ഛനെ പോലെ ആകാൻ ഇഷ്ടപ്പെടും, ചിലർ സ്വന്തം ഏട്ടനെ പോലെ ആവാൻ ഇഷ്ടപ്പെടും, ചിലർ മറ്റു ചിലരാവാൻ ഇഷ്ടപ്പെടും. അങ്ങനെ കുട്ടികൾക്ക് അവരെ എന്തെങ്കിലും രീതിയിൽ അവരോട് അവരുടെ ചിന്തയിൽ അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നും, അല്ലെ, ചില ആൾക്കാരിനോട്. അപ്പോൾ അവരെ പോലെ ആകാൻ അവരുടെ നടത്തം, അവരുടെ ചിരി, അവരുടെ ഒരു കളി, അതൊക്കെ അനുകരിക്കാൻ നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? ചിലപ്പോൾ അവരെ പോലെ ഹെയർ കട്ടിങ്, അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എപ്പോഴും നല്ല കാര്യങ്ങൾ അനുകരിക്കുന്നത് ആരെയും ആവാം. പക്ഷേ ചീത്ത കാര്യങ്ങൾ എത്ര നല്ലവരാണെന്നോ, നമ്മുടെ മനസ്സിൽ നല്ലവരാണെന്നോ തോന്നുന്നവരെ നമ്മൾ അനുകരിക്കരുത്. കാരണം നമ്മുടെ മനസ്സിൽ നല്ലതാണെന്ന് തോന്നുന്നവരെ അനുകരിക്കരുത് എന്നല്ല, നമ്മുടെ മനസ്സിൽ നല്ലതാണെന്ന് തോന്നുന്നവരുടെ ചീത്ത കാര്യങ്ങൾ അനുകരിക്കരുത്. എങ്ങനെയുള്ളവരുടെയും, ഏതൊരു മനുഷ്യന്റെയും, എത്ര പാവപ്പെട്ടവനാണെങ്കിലും ഏത് ജോലി ചെയ്യുന്നവനാണെങ്കിലും അവന്റെ നല്ല വശങ്ങൾ നമുക്ക് എടുക്കാം. പക്ഷെ എത്ര വലിയവനാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അവന്റെ ചീത്ത വശങ്ങൾ കുട്ടികളെ നിങ്ങൾ അനുകരിക്കരുത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഒരു വ്യക്തിയുടെ നല്ല വശം മാത്രം നമ്മൾ സ്വീകരിക്കുക, അതാരായാലും. ഇസ് നാം കെ ഉസ്കെ ആകാംക്ഷാओं का अक्सर है, उसके साथ की भलाई चाय में जादू है. പക്ഷെ ഈ കുട്ടിയുടെ ചായയിൽ പോലും ഒരു മാജിക് ഉണ്ടായിരുന്നു, ജാദു. അതായത് ഈ കുട്ടി ഉണ്ടാക്കുന്ന ചായക്ക് പോലും ഒരു പ്രത്യേക മാജിക് ഉണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ അവനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ ചായയിൽ പോലും അവൻ കൊടുക്കുന്ന വെള്ളത്തിൽ പോലും ഒരു മാജിക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ സംസാരവും അവന്റെ ക്യാരക്ടറും ഒക്കെ അവിടെ വരുന്നവർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഉസ്കെ ഹാത്ത് കി ബനായി ചായ മേം ജാദു ഹെ, അവന്റെ കൈകൊണ്ട് കൊടുക്കുന്ന ആ ചായക്ക് ഒരു മാജിക് ഉണ്ടായിരുന്നു. ഭാട്ടി സാബി ഉസ്കെ കലാകാരിക്ക് ബാഹുബാഹി കത്തെ നഹിം ദത്തെ. ഈ ഭാട്ടിസായുടെ ഷോപ്പില് ഇവനെ നിർത്തിയത് കൊണ്ട് മോശമൊന്നും വന്നിട്ടില്ല കേട്ടോ. അവിടെ നല്ല ബിസിനസ് നടന്നവർക്ക്, കാരണം വരുന്നവർക്ക് മുഴുവൻ ചോട്ടുവിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ, കലാമിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ടീ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭാട്ടിക്ക് നല്ലതല്ലേ? ഭാട്ടിക്ക് മോശമൊന്നും സംഭവിച്ചില്ലല്ലോ അവനെ കൊണ്ട്. ഇല്ല, അവൻ ഒരു നല്ല കുട്ടിയാണ്, നല്ല ഒരു അത്ഭുത കുട്ടിയാണ്, അവന്റെ നല്ല കൈപുണ്യമുള്ള ഒരു കുട്ടിയാണ്. വിദേശി ആയി ലൂസി മാഡം കാ ബി ദിൽ ജീത്ത് ലേത്താ ഹൈ. ലൂസി മാഡം, നേരത്തെ നമ്മൾ പറഞ്ഞു, ലൂസി മാഡത്തിന് അവനോട് നല്ല അടുപ്പം തോന്നി. ലൂസി മാഡം വാദ കർത്തി ഹി. ലൂസി മാഡം എന്ത് പറഞ്ഞു? വാക്ക് കൊടുത്തു. എന്താണ് വാക്ക് കൊടുത്തത്? ഉസെ അപ്പനെ സാത്ത് ദില്ലി ലേക്കർ ജായേംഗി. ഞാൻ നിന്നെ ദില്ലിയിൽ കൊണ്ടുപോകും എന്ന് ലൂസി മാഡം വാക്കും കൊടുത്തു. ദില്ലി മേം ഡോക്ടർ കലാം ഹെ. ദില്ലിയിൽ ആരുണ്ട്? എന്തുകൊണ്ടാണ് ഈ ദില്ലി ഇഷ്ടം? അത് നമുക്ക് ഇപ്പോഴത്തെ പിടികിട്ടുന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് ദില്ലി ഇഷ്ടം? അത് നമുക്ക് ഇപ്പോഴാണ് പിടികിട്ടുന്നത്, അല്ലെ? എന്താണ് ഇഷ്ടം? കലാം ഉണ്ട് അവിടെ. ഡോക്ടർ കലാം, അബ്ദുൽ കലാം, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന കലാം ഉണ്ട് അവിടെ. ജിൻസെ മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് കഹാന. ദില്ലിയിൽ പോയാൽ കലാമിനോട് സംസാരിക്കാം, അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. एक दिन रणविजय को अपने स्कूल में भाषण देने के लिए कहा जाता है. ഒരു ദിവസം സ്കൂളില് സ്പീച്ച് ഉണ്ടായിരുന്നു, ഹിന്ദി സ്പീച്ച്. രണവിജയ് പരേശാൻ ഹെ. രണവിജയന് ഭയങ്കര ടെൻഷനായി. കാരണം രണവിജയന് ഒരുപാട് പണമൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, അവന്
സ്പീച്ചിനൊന്നുമില്ല കഴിവില്ല. അവന് നന്നായിട്ടൊന്നും സ്പീച്ചൊന്നും നന്നായിട്ട് പറയാൻ പറ്റുന്നില്ല. അവന് സ്പീച്ച് പറയണം എന്ന് ആഗ്രഹമുണ്ട്. ക്യോംകി ഉസ്കെ ഹിന്ദി ഇത്തനി അച്ചി നഹി. പക്ഷേ അവൻ ഹിന്ദി അത്ര പിടിയില്ല, ഹിന്ദി അത്ര ഇഷ്ടമില്ല, ഹിന്ദി അത്ര പിടിയില്ല. ഹിന്ദിയിൽ പ്രസംഗിക്കണം എന്നൊക്കെ, സ്പീച്ച് പറയണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അവന് ഹിന്ദി അത്ര പിടിയില്ല. കലാം ഏക് ജാൻതാ ഹൈ और जब एक अच्छा सा भाषण लिख अपने विषय की दे देता है. ഉടനെ കലാം എന്ത് ചെയ്തു? ഒരു സ്പീച്ച് ഉണ്ടാക്കിയിട്ട് തൻ്റെ കൂട്ടുകാരന് കൊടുത്തു. എല്ലാ കുട്ടികളും ഇങ്ങനെ ആവണമെന്നില്ല. ചില കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നുമുണ്ട്, കുട്ടികളെ സഹായിക്കുന്നുമുണ്ട്. ചിലവരെന്ത് പറയും? അറിയെങ്കിലും പറയും, അറിയില്ല. ചില കുട്ടികൾ അത് ചെയ്യും. ഇസ് ബീച്ച് റാണാസാക്കി കാര്യം ദേ കലാം കെ ഘർ തലാശി ലേന ആത്താ ഹൈ. രണവിജയന് വേണ്ടി ഒരു ഭാഗത്ത് സ്പീച്ച് തയ്യാറാക്കി കൊടുത്ത് അവനെ ഫസ്റ്റാക്കി, അവന് 1ാം സ്ഥാനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് നടന്നത്? രണവിജയന്റെ നാട്ടിലുള്ള അച്ഛന്റെ സേവകര് വന്നിട്ട് കലാമിന്റെ വീട് സെർച്ച് ചെയ്തു. എന്തിനാണെന്നറിയില്ല. और वहां पर रणविजय के जिसों को കലാം पर चोरी का आरोप. രണവിജയന്റെ സാധനങ്ങളെല്ലാം കലാമിന്റെ വീട്ടിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടോ എന്തോന്നറിയില്ല. കലാമിന്റെ വീട്ടിൽ രണവിജയന്റെ ആൾക്കാര് വന്നിട്ട് കലാമിന്റെ വീട്ടിലൊക്കെ സെർച്ച് ചെയ്ത് അവന്റെ സാധനങ്ങൾ ഒക്കെ അവിടുന്ന് എടുത്തിട്ട് പറഞ്ഞു, കലാം എല്ലാം മോഷ്ടിച്ചു. ലേക്കിൻ കലാം ഫിർ കലാം ഹേ. അപ്പോഴാണ് കലാമിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലായത്. അവൻ കലാമിനെ അനുകരിച്ചു മാത്രമല്ല, കലാമിനെ അപ്പാടെ പകർത്തി അവൻ ആ സത്യത്തെ പാലിച്ചു. യിസ് ഛൂട്ടെ ആരോപ് ഹേ സാമനെ ഭി അപ്പനെ ദോസ്ത് കാ പ്रण नहीं तोड़ता है. തന്റെ കൂട്ടുകാരനോട് ഉള്ള സത്യം പാലിച്ചു. അവിടെ കലാമായി ഒരിക്കലും സത്യം തുറന്നു പറഞ്ഞില്ല. കാരണം തന്റെ കൂട്ടുകാരൻ തന്റെ വീട്ടിൽ കൊണ്ടുവച്ച അവന്റെ സാധനങ്ങളാണ് അവിടുന്ന് എടുത്തത്, അവിടുന്ന് കണ്ടെത്തിയത് എന്ന് ഒരിക്കലും കലാം പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നല്ലേ? കലാം പാവപ്പെട്ടവനാണ്. പാവപ്പെട്ടവനോട്, വളരെ ഉയർന്ന കുടുംബത്തിൽപ്പെട്ട രണവിജയ ഈ പാവം കലാമിനോട് കൂട്ടാണെന്ന് അറിഞ്ഞാൽ, കലാമിന്റെ കൂട്ടുകാരനാണെന്ന് അറിഞ്ഞാൽ അവന് തക്ക ശിക്ഷ കിട്ടും. അത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കലാം അത് താൻ എടുത്തതാണ് എന്ന രീതി ഒന്നും മിണ്ടിയില്ല. ഇവിടെ ഷെർലോക്ക് ഹോംസ് ഉണ്ടെങ്കിലോ? ഇല്ലാത്തത് ഭാഗ്യമായി പോയി അല്ലെ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഷെർലോക്ക് ഹോംസിനെ കുറിച്ച്? എന്നാൽ വായിക്കണം. ചെറിയ പഴുതുകളിൽ പോലും, ചെറിയ തെളിവുകൾ, വസ്തുതകളിൽ നിന്ന് പോലും സത്യം കണ്ടെത്തുന്ന ആളാണ് ഷെർലോക്ക് ഹോംസ്. അദ്ദേഹത്തിന്റെ ബുക്സ് ഉണ്ട്, ഡിറ്റക്റ്റീവ് നോവൽസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കണം. യു ഷുഡ് റീഡ് ദാറ്റ്. क्वार्क को उससे ये जानकर के राणा क्वार्क को उससे की दोस्ती की सजा देंगे, वह चोरी का इल्जाम सह जाते हैं, पर उन्हें अपने दोस्ती के बारे में नहीं बताता. यही वह तय करता है कि वह अपनी चिट्ठी सीधे अपने हम नाम ഡോക്ടർ കലാം കി ദില്ലി ജാക്കർ ഗുദ് ദേങ്ക. പക്ഷെ അപ്പോഴും അവനെ ഇതൊന്നും, ഈ കണ്ടുപിടിച്ചതോ അവനെ ശിക്ഷ കിട്ടിയതോ ഒന്നും അവനെ കെയർ ചെയ്തതേയില്ല. അവന്റെ ലക്ഷ്യം എന്താണ്? കലാമാകണം, കലാമിന്റെ അടുത്ത് പോകണം, തന്നെ പോലെ ഹം നാം, തന്റെ പേരുള്ള കലാമിനെ കണ്ടെത്തണം. അതിനുവേണ്ടി അവൻ ലക്ഷ്യത്തെ, അവന്റെ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുമെന്നാണ് അല്ലെ? അവന്റെ മാർഗം അവന്റെ ലക്ഷ്യത്തെ സാധൂകരിച്ചു. കാരണം അവൻ കലാമിനെ കാണാനുള്ള പരിശ്രമത്തിലായിരുന്നു. അതിന്റെ മുന്നിൽ വന്ന ഒരു വിഘ്നങ്ങളും അവൻ മൈൻഡ് ചെയ്തില്ല. അവന്റെ ലക്ഷ്യം കലാമിനെ കാണുക എന്ന് മാത്രമായിരുന്നു. वह अपनी चिट्ठी सीधे अपने हम नाम
ഡോക്ടർ കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേങ്ക. തന്റെ കത്ത് കലാമിന് കൊടുക്കുക, തന്റെ എഴുത്ത് കലാമിന് നേരിട്ട് പോയി കൊടുക്കുക. ഖുദ് സ്വയം നേരിട്ട് കൊടുക്കുക. ഔർ വഹ് അഖേല ഹി നിക്കൽ പड़ता. ലൂസി മേഡം ഒന്നും അവനെ കൊണ്ടുപോയില്ല. അവൻ നേരെ കലാമിന്റെ അടുത്ത് പോയി അവിടെ എത്തി കലാമിനെ കണ്ടു. രാസ്തേമേ മുഷ്കലേ ഹെ. വഴിയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യം നേടണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കഷ്ടപ്പാടിനെയും നമ്മൾ കെയർ ചെയ്യാൻ പാടില്ല. ഒരാളും ബുദ്ധിമുട്ടില്ലാതെ എവിടെയും എത്തിയിട്ടില്ല. ഒരുപാട് മഹാന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാളും അവരവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് ക്ലേശങ്ങളില്ലാതെ എത്തിയിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചെറിയ കുട്ടികൾ നടക്കുമ്പോൾ അവര് ആദ്യം നടക്കാൻ പഠിക്കുമ്പോൾ ഒരുപാട് തവണ വീഴും, പിന്നെ അവർ മെല്ലെ മെല്ലെ നടക്കും. അതുപോലെ തന്നെയാണ് ജീവിതത്തിന്റെ ഓരോ പടിയും. രാസ്തേ മേ മുഷ്കിൽ ഹെ ലേക്കിൻ കഥ കെ അന്ത് മേ കലാം കോ അപ്പന മൻസിൽ മിൽത്തി ഹെ. ലക്ഷ്യം, അതായത് അപ്പനെ മൻസിൽ മിൽത്തി ഹെ, തന്റെ ലക്ഷ്യം കണ്ടെത്തി കലാം. ചോട്ടു എന്ന കലാം തന്റെ ലക്ഷ്യം കണ്ടെത്തി. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ മോർപാലിന് അത് കണ്ടെത്താൻ ആയില്ല. ഒരു ഫിലോസഫർ ആവുന്നവരുണ്ട് അല്ലെ. എല്ലാവർക്കും ഫിലോസഫർ ആവാൻ പറ്റും, എല്ലാവർക്കും സയന്റിസ്റ്റ് ആവാൻ പറ്റും, എല്ലാവർക്കും ഡോക്ടർ ആവാൻ പറ്റും. അങ്ങനെയല്ല, നമ്മൾക്ക് എന്താണോ ആവേണ്ടത് അത് നമ്മൾ ആകുക. എല്ലാ മഹാന്മാരും അവർ നല്ല നല്ല തത്വങ്ങളും നല്ല നല്ല ബുക്കുകളും നല്ല നല്ല ആശയങ്ങളും പഠിച്ച് അവരുടേതായ ഒരു വ്യക്തിത്വം വാർത്തെടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഒരാൾക്കും മറ്റൊരാളാവാൻ പറ്റില്ല. നിങ്ങളും അതുപോലെ നിങ്ങൾക്ക് എന്താവാൻ കഴിയുമോ നല്ല തത്വങ്ങളും നല്ല ആശയങ്ങളും നല്ല വഴികളും നല്ല മാർഗങ്ങളും സ്വീകരിച്ച് ഉന്നതിയിൽ എത്തുക. നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഇടത്ത് എത്തുക. ഏത് ജോലിക്കും അതിൻ്റെതായ മഹാത്മ്യം ഉണ്ട്. അപ്പോ പാഠഭാഗം നന്നായി വായിക്കുക, മനസ്സിലാക്കുക, ഇതിലെ ആശയത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. പാഠ് സമാപ്ത ഹുയി. ആജ് ഹം സമാപ്ത ഹുയി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അൽവിദ.